ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ മെറ്റിൻ മേരി ജോസ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്, ഞാൻ കഴിഞ്ഞ ആഴ്ച LICയിലെ പോളിസികളുടെ കൂടെ അവൈലബിൾ ആയിട്ടുള്ള റൈഡേഴ്സിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിൽ ഒരു റൈഡർ, അതായത് ക്രിട്ടിക്കൽ ഇൽനെസ് ഹെൽത്ത് റൈഡർ, അത് ഞാൻ പറഞ്ഞു ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. കാരണം അത് കൂടി ആ വീഡിയോയിൽ വന്നാൽ വീഡിയോ ഒത്തിരി ലെങ്തി ആവും. അതുകൊണ്ടാണ് അത് സെപ്പറേറ്റ് ആയിട്ട് അത് പറയുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ക്രിട്ടിക്കൽ ഇൽനെസ് ഹെൽത്ത് റൈഡർ. നമ്മൾക്ക് പോളിസിയുടെ കൂടെ ആഡ് ചെയ്ത് ഒരു അഡീഷണൽ പ്രീമിയം അടച്ച് നമുക്ക് ആഡ് ചെയ്തെടുക്കാവുന്ന ഒരു ബെനിഫിറ്റാണിത്. ഇതിൽ എന്തെല്ലാം അസുഖങ്ങൾ കവർ ചെയ്യുന്നുണ്ട്, ഇത് ആർക്കൊക്കെ എടുക്കാം, എന്തൊക്കെയാണ് ബെനിഫിറ്റുകൾ, എന്തൊക്കെയാണ് കണ്ടീഷൻസ്, അതാണ് ഞാൻ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ ക്രിട്ടിക്കൽ ഇൽനെസ് ഹെൽത്ത് റൈഡർ ലോഞ്ച് ചെയ്തിരിക്കുന്നത് 4/7/2025 സർക്കുലർ ഡേറ്റ് 3/7/2025. ആദ്യം നമ്മൾക്ക് ക്രിട്ടിക്കൽ ഇൽനെസ് റൈഡർ എന്ന് പറഞ്ഞ റൈഡറാണ് ഉണ്ടായിരുന്നത്. അത് പക്ഷേ LIC ഇടയ്ക്ക് വിഡ്രോ ചെയ്തു. അതിനുശേഷം ഇപ്പോൾ നമ്മൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത് ക്രിട്ടിക്കൽ ഇൽനെസ് ഹെൽത്ത് റൈഡർ. പക്ഷെ നമ്മൾക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള 3 പ്ലാനുകളിലാണ് ഈ റൈഡർ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത്. ഒന്ന് എൻഡോമെന്റ് 714, ഒന്ന് ജീവൻ ആനന്ദ് 715, ഒന്ന് ജീവൻ സാത്തി, അതായത് ഹസ്ബൻഡിനും വൈഫിനും കൂടി ഒരു പോളിസി ജോയിൻ ചെയ്യാവുന്നത്, ടേബിൾ നമ്പർ 889. ഈ 3 പ്ലാനിലാണ് ഇപ്പം നമ്മൾക്ക് ക്രിട്ടിക്കൽ ഇൽനെസ് ഹെൽത്ത് റൈഡർ ആഡ് ചെയ്തെടുക്കാൻ പറ്റുന്നത്. ഭാവിയിലേക്ക് കൂടുതൽ പ്ലാനുകളിലേക്ക് വരുമായിരിക്കും. ഈ ക്രിട്ടിക്കൽ ഇൽനെസ് ഹെൽത്ത് റൈഡറിൽ നമുക്ക് 2 ഓപ്ഷൻ വരുന്നുണ്ട്. ഓപ്ഷൻ 1-ൽ 15 ക്രിട്ടിക്കൽ അസുഖങ്ങളാണ് കവർ ചെയ്യുന്നത്. ഓപ്ഷൻ 2-ൽ 40 ക്രിട്ടിക്കൽ ഇൽനെസ് അസുഖങ്ങൾ. അപ്പോൾ നമുക്ക് ഏത് വേണം, ഓപ്ഷൻ 1 വേണോ ഓപ്ഷൻ 2 വേണോ എന്നുള്ളത് നമുക്ക് ഡിസൈഡ് ചെയ്യാം. നമ്മൾ എടുക്കുന്ന ഓപ്ഷൻ അനുസരിച്ചിട്ടായിരിക്കും നമ്മളുടെ പ്രീമിയം അതിൽ വരുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ജീവൻ ആനന്ദ് പോളിസി, ഒരാൾ ക്രിട്ടിക്കൽ ഇൽനെസ് ഹെൽത്ത് റൈഡർ ഇല്ലാതെ ഒരു 30 വയസ്സുള്ള ഒരാൾ 50 ലക്ഷത്തിൻ്റെ പോളിസി 16 വർഷം ടേം എടുക്കുകയാണെങ്കിൽ വരുന്ന ഇയർലി പ്രീമിയം 3,79,205 രൂപയാണ്. അതിൻ്റെ കൂടെ ക്രിട്ടിക്കൽ ഇൽനെസ് 15 അസുഖങ്ങൾ കവർ ചെയ്തെടുക്കുകയാണെങ്കിൽ വരുന്ന പ്രീമിയം 3,85,134 രൂപ. ഇനി അതേ സെയിം തന്നെ ക്രിട്ടിക്കൽ ഇൽനെസ് 40 അസുഖങ്ങൾ കവർ ചെയ്താണ് എടുക്കുന്നത് എങ്കിൽ വരുന്ന പ്രീമിയം 3,86,873 രൂപ. അതായത് പ്രീമിയം വ്യത്യാസം വരും. നമ്മൾ ഏതാണ് എടുക്കുന്നത് അതിനനുസരിച്ച് പ്രീമിയം വ്യത്യാസം വരുന്നുണ്ട്. ഇതിൽ വന്നാൽ കിട്ടുന്ന ബെനിഫിറ്റുകൾ എന്ന് പറഞ്ഞാൽ, നമ്മൾക്ക് അസുഖം വൺസ് ഡിക്ലെയർ ചെയ്താൽ കണ്ടീഷൻ ഉണ്ട്. അതായത് നമ്മുടെ ക്രിട്ടിക്കൽ ഇൽനെസ് റൈഡറിന് 90 ഡേയ്സ് വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. നമ്മൾ പോളിസി ജോയിൻ ചെയ്യുന്ന അവിടുന്ന് മുതൽ 90 ഡേയ്സ് വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. അത് ഇത് ഡയഗ്നോസ് ചെയ്യാനായിട്ട്, ഇപ്പോൾ ഓൾറെഡി അസുഖങ്ങളുള്ളവർക്ക് പോളിസി എടുക്കാനും പറ്റില്ല, CIR ആഡ് ചെയ്ത് കൊടുക്കാനും പറ്റില്ല. അസുഖങ്ങളൊന്നും ഇല്ലാതെ ആരോഗ്യമുള്ള അവസ്ഥയിൽ നമുക്കിത് ജോയിൻ ചെയ്യാൻ പറ്റുന്നത്. ജോയിൻ ചെയ്തതിന് ശേഷം വരുന്ന അസുഖങ്ങൾക്കാണ് ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നത്. അങ്ങനെ 90 ഡേയ്സ് വെയിറ്റിംഗ് പീരീഡ് കഴിഞ്ഞിട്ട് ഇത് ഡയഗ്നോസ് ചെയ്താൽ ഇതിലൊരു 7 അസുഖങ്ങൾക്ക് നമ്മൾക്ക് ഡയഗ്നോസ് ചെയ്ത്, പിന്നെ ഒരു കണ്ടീഷനും കൂടി ഉണ്ട്, 90 ഡേയ്സ് വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്, ഡയഗ്നോസ് ചെയ്തിട്ട് 30 ദിവസമെങ്കിലും ജീവിച്ചിരിക്കണം, അങ്ങനെയുണ്ട്. ഇപ്പം നമ്മൾ ഡയഗ്നോസ് ചെയ്തു 30 ദിവസത്തിന് മുമ്പ് നമ്മൾ മരിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് ഈ ബെനിഫിറ്റ് കിട്ടുന്നില്ല. 30 ദിവസമെങ്കിലും നമ്മൾ സർവൈവ് ചെയ്യണം. അങ്ങനെ വന്നാൽ ഇതിലൊരു 7 അസുഖങ്ങൾക്ക് നമുക്ക് ഈ ക്രിട്ടിക്കൽ ഇൽനെസ്സിൻ്റെ സം അഷ്വേർഡ് തരുന്നത് കൂടാതെ ആ സം അഷ്വേർഡിൻ്റെ 1%, ഇപ്പോൾ ഒരു 50 ലാക്കാണ് സം അഷ്വേർഡ് എടുക്കുന്നത് എങ്കിൽ 50,000 വെച്ചിട്ട് പെർ മന്ത് അടുത്തൊരു 36 മാസത്തേക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അത് സം അഷ്വേർഡ് കിട്ടുന്നതിന് അഡീഷണൽ ആയിട്ട് അത് രോഗി മരിച്ചാലും ജീവിച്ചാലും അത് കിട്ടും. അത് 7 അസുഖങ്ങൾ ഏതാണെന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ അതുപോലെ ബാക്കി ഇപ്പോൾ 15 അസുഖങ്ങളാണെങ്കിലും 40 അസുഖങ്ങളാണെങ്കിലും ഏതെങ്കിലും ഒരു ഈ ഇൽനെസ് ഡോക്ടർ ഡയഗ്നോസ് ചെയ്താൽ 30 ദിവസം കഴിഞ്ഞിട്ട് ഡയഗ്നോസ് ചെയ്ത് 90 ഡേയ്സ് കഴിഞ്ഞിട്ട് ഡയഗ്നോസ് ചെയ്ത്
30 ദിവസം സർവൈവ് ചെയ്യുവാണെങ്കിൽ ആ സം അഷ്വേർഡ് അപ്പം തന്നെ കിട്ടുന്നു. പ്ലസ് അഡീഷണൽ ആണ് ഈ 7 അസുഖങ്ങൾക്ക് 1% വെച്ചിട്ട് 36 മാസത്തേക്ക് കിട്ടുന്നത്. പിന്നെ ഇതിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഉള്ള ക്രൈറ്റീരിയ 18 വയസ്സ്, മിനിമം ഏജ് 18 വയസ്സ് തികഞ്ഞിരിക്കണം. മാക്സിമം ഏജ് 65 വയസ്സാണ്. ഈ ക്രിട്ടിക്കൽ ഇൽനെസ് അവസാനിക്കുന്ന മാക്സിമം ഏജ് എന്ന് പറയുന്നത് 75 വയസ്സ് വരെയാണ്. അപ്പം നമ്മൾ പോളിസി ജോയിൻ ചെയ്തിട്ട് 25 വർഷം അല്ലെങ്കിൽ 75 വയസ്സ് ഏതാണോ ആദ്യം വരുന്നത് അത്രയും നാളത്തേക്കായിരിക്കും നമുക്ക് ഈ ക്രിട്ടിക്കൽ ഇൽനെസ്സിൻ്റെ കവറേജ് കിട്ടുന്നത്. അതുപോലെ ഇതിൻ്റെ മിനിമം ടേം എന്ന് പറയുന്നത് ബേസ് പോളിസീനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. എന്നാലും റെഗുലർ പ്രീമിയം പ്ലാനിൽ 5 വർഷം ഒരു മിനിമം ടേം പറയുന്നുണ്ട്. ലിമിറ്റഡ് പ്രീമിയം പേയിങ് പോളിസിയിലാണെങ്കിൽ 10 വർഷം മിനിമം ടേം പറയുന്നുണ്ട്. മാക്സിമം ഞാൻ പറഞ്ഞു 25 വർഷം അല്ലെങ്കിൽ 75 വയസ്സ് ഏതാണോ ആദ്യം വരുന്നത്. ഈ ക്രിട്ടിക്കൽ ഇൽനെസ് ഹെൽത്ത് റൈഡറിൻ്റെ മിനിമം സം അഷ്വേർഡ് വരുന്നത് 1 lakh ആണ്. മാക്സിമം 1 crore വരെ എടുക്കാം. അതായത് നമ്മുടെ ബേസ് പ്ലാനിൻ്റെ സം അഷ്വേർഡിൻ്റെ ഈക്വലൻ്റ് മാക്സിമം 1 crore വരെ. ആദ്യത്തെ നമ്മൾക്ക് CER റൈഡർ മാക്സിമം 25 lakhs ആണ് നമുക്ക് എടുക്കാൻ പറ്റിയിരുന്നുള്ളൂ. അപ്പോൾ CER റൈഡർ നിങ്ങൾ പഴയ പോളിസിയിൽ ഓൾറെഡി 25 lakhs എടുത്തിട്ടുണ്ട് എങ്കിൽ ഇപ്പോൾ എടുക്കുന്ന പോളിസിയിൽ ഇപ്പോൾ സം അഷ്വേർഡ് 1 crore എടുത്താലും നിങ്ങൾക്ക് 75 lakhs ആണ് ക്രിട്ടിക്കൽ ഇൽനെസ് റൈഡർ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ വൺസ് നമ്മൾക്ക് ഇത് ഏതെങ്കിലും ഒരു ക്രിട്ടിക്കൽ ഇൽനെസ് നമുക്ക് ഡയഗ്നോസ് ചെയ്തു, നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ പ്രീമിയമായിട്ട് നമ്മൾ അടയ്ക്കുന്ന എമൗണ്ട് നമ്മൾ അടയ്ക്കേണ്ട. പക്ഷേ ബേസ് പ്ലാനിൻ്റെ പ്രീമിയം നമ്മൾ അടയ്ക്കണം. ഇപ്പം നമ്മളുടെ ADDB റൈഡറൊക്കെ ആണെങ്കിൽ ആക്സിഡൻ്റൽ ഡെത്ത് ആൻഡ് ഡിസബിലിറ്റി റൈഡറൊക്കെ ആണെങ്കിൽ നമ്മൾക്ക് വൺസ് ഇപ്പം ആക്സിഡൻറ്റ് മൂലം ഒരു പെർമനൻറ്റ് ഡിസബിലിറ്റി നമുക്ക് ഡയഗ്നോസ് ചെയ്ത് വന്നാൽ പിന്നീട് ബേസ് പോളിസിയുടെയും പ്രീമിയം അടയ്ക്കേണ്ട. അതും LIC വേവ് ചെയ്യുന്നുണ്ട്. പക്ഷേ ക്രിട്ടിക്കൽ ഇൽനെസ്സിൽ അങ്ങനെയല്ല. ക്രിട്ടിക്കൽ ഇൽനെസ്സിൻ്റെ അഡീഷണലി നമ്മൾ അടയ്ക്കുന്ന എമൗണ്ട് നമ്മൾ അടയ്ക്കേണ്ട. നമ്മൾക്ക് ആ ബെനിഫിറ്റ് ഒരുമിച്ച് കിട്ടുകയും ചെയ്യും. പിന്നെ ഞാൻ ഈ പറഞ്ഞ 7 അസുഖങ്ങളിലാണെങ്കിൽ ഈ സം അഷ്വേർഡ് കിട്ടുന്നത് കൂടാതെ സം അഷ്വേർഡിൻ്റെ ഒരു 1% 36 മാസത്തേക്ക് കിട്ടും. പക്ഷേ ബേസ് പ്ലാനിൻ്റെ പ്രീമിയം അപ്പോഴും നമ്മൾ കണ്ടിന്യൂ ചെയ്ത് അടയ്ക്കണം. ഇനി നമ്മൾ ഈ CER റൈഡർ ആഡ് ചെയ്തെടുത്തു, നമ്മൾക്ക് ഈ അസുഖങ്ങളൊന്നും വന്നില്ല എങ്കിൽ നമ്മൾക്ക് ഇതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നുമില്ല. അതായത് നമ്മൾ അടയ്ക്കുന്ന പ്രീമിയത്തിൽ റീഫണ്ടോ ഒന്നുമില്ല. CER ആഡ് ചെയ്തിട്ട് എടുത്താലും ആഡ് ചെയ്യാതെ എടുത്താലും നമ്മളുടെ മെച്യൂരിറ്റി കിട്ടുന്ന എമൗണ്ടിന് വ്യത്യാസമൊന്നും വരില്ല. പക്ഷേ ഇൻ ബിറ്റ്വീൻ ഈ പീരീഡിൽ എന്തെങ്കിലും അസുഖങ്ങൾ വന്നാൽ മാത്രമാണ് നമുക്കിതിലൊരു ബെനിഫിറ്റ് വരുന്നത്. പിന്നെ ഈ CER കിട്ടണമെങ്കിൽ മെഡിക്കൽ, അതായത് ഇപ്പോൾ നോൺ മെഡിക്കൽ കേസിൽ പോകുന്നതാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് മെഡിക്കലൊന്നും ആവശ്യം വരില്ല. അതായത് നമ്മളുടെ ഏജ് അനുസരിച്ചും നമ്മളുടെ ജോലി അനുസരിച്ചും നമ്മളുടെ വരുമാനമൊക്കെ അനുസരിച്ചും മെഡിക്കൽ ഇല്ലാതെ ചെയ്യാൻ പറ്റുന്നൊരു പോളിസി ആണെങ്കിൽ ഈ CERൻ്റെ വരുന്ന സം അഷ്വേർഡ് ബേസ് പോളിസിയുടെ കൂടെ ആഡ് ചെയ്തിട്ടല്ല മെഡിക്കൽ നോക്കുന്നത്. ബേസ് പോളിസിയുടെ മെഡിക്കൽ എങ്ങനെയാണോ അതനുസരിച്ച് തന്നെയാണ് വരുന്നത്. പക്ഷേ അതിൽ നമ്മളുടെ ഫാമിലി ഹിസ്റ്ററി നോക്കും. ഫാമിലിയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്നിട്ടുണ്ട് എങ്കിൽ അത് അണ്ടർറൈറ്റർക്ക് ഡിസിഷൻ എടുക്കാം, മെഡിക്കൽ വേണമെങ്കിൽ പറയാം. അതുപോലെ ഇൻകം പ്രൂഫ് ഇതിന് മസ്റ്റാണെന്നാണ് എൻ്റെ അറിവ്. കാരണം ഇപ്പം ഞാൻ ഈ CHR അല്ല CER റൈഡർ ഞാൻ ഇതിനു മുമ്പ് എൻ്റെ ഒരു കസ്റ്റമർക്ക് ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ ഹസ്ബൻഡും വൈഫും 1 crore പോളിസി എടുത്തിരുന്നു. 1 crore ജീവൻ ഉമങ്ങ് പോളിസിയാണ് എടുത്തത്. 2 പേർക്കും CER പ്രൊപ്പോസ് ചെയ്തിരുന്നു. ഹസ്ബൻഡിന് CER കിട്ടി, വൈഫിന് CER കിട്ടിയില്ല. ഹസ്ബൻഡിന് ബിസിനസ്സായിരുന്നു, ബിസിനസ് ഇൻകം ഉണ്ട്. വൈഫിനെ സംബന്ധിച്ച് ഇൻകം ഉണ്ട്, പക്ഷെ ബിസിനസ് ഇൻകം അല്ല, പ്രോപ്പർട്ടി എന്നുള്ള റെൻ്റായിരുന്നു ഇൻകം വന്നിരുന്നത്. അപ്പോൾ അത് ഒരു അതായത് ജോലി ചെയ്തിട്ട് നമ്മളുടെ ഒരു എഫർട്ട് ഉണ്ടായിട്ട് വരുന്ന ഇൻകം എന്നുള്ള രീതിയിലായിരുന്നു അന്ന്. അപ്പോൾ അതുകൊണ്ട് അതില്ലാത്തത് കൊണ്ട് വൈഫിന് CER കൊടുത്തില്ല. അപ്പോൾ അതുപോലെ നമ്മളുടെ ഇൻകം ഒരു ക്രൈറ്റീരിയ ആണ്. ഇൻകത്തിൻ്റെ പ്രൂഫുകൾ ചോദിച്ചാൽ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അത് പ്രത്യേകിച്ച് സം അഷ്വേർഡ് കൂടുതൽ എടുക്കുന്നതനുസരിച്ച്, കുറവിനാണെങ്കിലും ഇൻകം പ്രൂഫ് ചോദിച്ചാൽ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ ഈ പുതിയ പോളിസിയിൽ ഈ CHR കൂട്ടി ഞാൻ പോളിസി കൊടുത്തിട്ടില്ല.
അതുകൊണ്ട് ഇത് കൊടുക്കണ്ട അല്ലെങ്കിൽ കൊടുക്കണം എന്നുള്ളത് ഇൻകം പ്രൂഫ് പറയുന്നുണ്ട്, സർക്കുലറിൽ പറയുന്നുണ്ട്. പക്ഷെ ചെറിയ സം അഷ്യൂർഡുകളിലും അത് ചോദിക്കുമോ എന്നുള്ളത് പോളിസി കൊടുക്കുമ്പോൾ തന്നെ അറിയുള്ളൂ. ഇനി NRIസിന് ഈ ക്രിട്ടിക്കൽ ഇൽനെസ് റൈഡർ ചില കൺട്രികളിൽ അലൗഡ് ആണ്. അത് ഏതെല്ലാം കൺട്രികളിൽ അലൗഡ് ആണെന്നുള്ളതും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുപോലെ ഹൗസ് വൈഫിന് ഇത് കൊടുക്കാൻ പറ്റില്ല. അതുപോലെ പ്രിഫേർഡ്, അതായത് നമ്മൾക്ക് ഒരു പ്രിഫേർഡ് എന്ന് പറഞ്ഞ കാറ്റഗറി ഉണ്ട്. മെഡിക്കൽ ഇല്ലാതെ നോൺ മെഡിക്കലായിട്ട് നമുക്ക് പോളിസി കംപ്ലീറ്റ് ചെയ്യാം. അതിപ്പോൾ 35 വയസ്സിൽ താഴെയാണെങ്കിൽ 1 crore വരെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. പക്ഷെ അങ്ങനെ പ്രിഫേർഡിൽ കംപ്ലീറ്റ് ചെയ്യുന്ന പോളിസികൾക്ക് മാക്സിമം 50 ലക്ഷം വരെയാണ് CER കൊടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ മെയിൽ ഓർഡർ ആയിട്ട് ചെയ്യുന്ന ബിസിനസ്സുകളിൽ, അതായത് ഇപ്പോൾ ഫോറിൻ കൺട്രിയിൽ നിന്നിട്ട് പോളിസി ജോയിൻ ചെയ്യാം മെയിൽ ഓർഡർ ആയിട്ട്. അങ്ങനെ മെയിൽ ഓർഡർ ആയിട്ട് പോളിസി ജോയിൻ ചെയ്യുമ്പോൾ ഈ ക്രിട്ടിക്കൽ ഇൽനെസ് റൈഡർ കൊടുക്കാൻ പറ്റില്ല. അലൗഡ് ആയിട്ടുള്ള കൺട്രികളിലുള്ളവരാണെങ്കിലും അവർ നാട്ടിലുള്ള സമയത്ത് എടുക്കുമ്പോഴാണ് ഇത് ആഡ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ FNIOസിന്, അതായത് ഫോറിൻ നാഷണൽ ഇന്ത്യൻ ഒറിജിൻ, അവർക്ക് പോളിസി എടുക്കാം. പക്ഷെ CER റൈഡർ ആഡ് ചെയ്ത് എടുക്കാൻ പറ്റില്ല. അതായത് അവർ ഇന്ത്യൻ ഒറിജിൻ ആയിരിക്കും, പക്ഷെ ഇപ്പോൾ അവരുടെ സിറ്റിസൺഷിപ്പ് ഏതെങ്കിലും ഫോറിൻ കൺട്രിയിലായിരിക്കും. അവരായിരിക്കും FNIOs എന്ന് പറയുന്നത്. മേജർ സ്റ്റുഡൻറ്റ് ആയിട്ടാണ് പോളിസി കംപ്ലീറ്റ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് മാക്സിമം 50 ലക്ഷം വരെയാണ് ഈ റൈഡർ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഞാൻ പറഞ്ഞ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതായത് 15 അസുഖങ്ങളും 40 അസുഖങ്ങളും. അതിൽ ഞാൻ പറഞ്ഞു 7 അസുഖങ്ങൾക്ക് അസിസ്റ്റന്റ് ലിവിങ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ട് ALB നമ്മളുടെ സം അഷ്യൂർഡ് കിട്ടുന്നത് കൂടാതെ സം അഷ്യൂർഡിൻ്റെ ഒരു 1% 36 മാസത്തേക്ക് കിട്ടും എന്ന് പറഞ്ഞു. അതും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുപോലെ ഏതെല്ലാം കൺട്രിയിലാണ് ഇത് കിട്ടുന്നത് അതും ഡിസ്ക്രിപ്ഷനിൽ പറ്റാവുന്ന അത്രയും കൊടുത്തേക്കാം. ഇനി അഥവാ നിങ്ങൾക്ക് അതിൽ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കാം. നിങ്ങൾക്ക് എക്സിസ്റ്റിംഗ് ഏജൻറ്റ് ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയക്കാം. എൻ്റെ വാട്സാപ്പ് നമ്പർ 9526874469. അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.